அன்னைக்கு நான் நினைச்சேன் ஏதோ உன்னை தடுக்குதேனும். அவங்களோட கண்ணு அன்னையிலதான் இவங்களுக்குள்ள ஓடிக்கிட்டு இருக்கா. ஆனா இதெல்லாம் எப்படி கடவுளே, எனக்கு இது புரியலையே. ദിവസം അവളാ റൂമിൽ തന്നെയാണ് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ അമ്മ ചായ. നീ എഴുന്നേറ്റോ? ഇരിക്കെ. അവളെന്തേ? അവൾ എഴുന്നേറ്റിട്ടില്ലാന്ന് തോന്നുന്നു. നീ ഒന്ന് പോയി നോക്കിക്കേ. കൊച്ചിന് ഓഫീസിൽ കൊണ്ടുവന്നാവോ? ഞാൻ പോരാം. അവൾ കണ്ണു തുറന്നു നോക്കിയതും അവൾ കിടക്കുന്നതിന്റെ തൊട്ടടുത്തായി അവളുടെ ഷെൽഫിൽ നിന്നെടുത്ത് അവന്റെ എല്ലാ ചിത്രങ്ങളും കിടപ്പുണ്ടായിരുന്നു. വിഷ പെട്ടെന്ന് ഞാൻ റൂമിലേക്ക് കയറി വന്ന അതെല്ലാം കാണുന്ന ഉറപ്പായിരുന്നു. അവളത് കാണാൻ പാടില്ല എന്നുള്ള വെപ്രാളത്തിൽ ബെഡിന്ന് ചാടി എനിറ്റവൾ ആ ചിത്രങ്ങളെല്ലാം കൂട്ടിയെടുത്ത് വെട്ടുപൊക്കി അതിനടിയിലേക്ക് തള്ളി വെച്ചു. എന്നിട്ടൊരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് നേരെ എന്ന് റൂമിലെ കഥവ് തുറന്നു. അല്ല, അപ്പൊ നീ ഓഫീസിൽ പോകുന്നില്ലേ? സമയം നോക്കി. എനിക്ക് ലീവ്. ലീവാ? നീ ഇന്നലെ പറഞ്ഞല്ലോ. നീ இல்லண்ணா, நான் கொஞ்சம் டயர்டா இருக்கேன். എന്നാ പിന്നെ റെസ്റ്റ് എടുക്കും. ഞാൻ ചായ കുടിച്ചാൽ ഇറങ്ങുക. രാവിലെ കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. ശരിയണ്ണാ. നീ ഓക്കെ ആണോ? ശരി. റുക്കു, ഞാൻ അച്ഛനോട് ഇന്ന് പുറത്തു പോയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചേക്കണം കേട്ടോ. சரிங்கம்மா. കൊച്ചെന്തേ? அவ தூங்குறா. வா. ஏங்க இதெல்லாம் இந்த கிச்சனுக்குள்ள வச்சுட்டு நான் ரொம்ப ടയേർഡ്. ഞാൻ എന്തോ 2 സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു. അതെന്താ നീ ആലോചിക്കുന്നത്? എന്തായാലും പറഞ്ഞില്ലേ, ഇനിയിപ്പോ രണ്ടാമത് എടുക്കാൻ പറ്റുമോ? എന്നാലും അല്ല, ഇതെന്താ റുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? എന്തോ എടാ ഇത് നോക്കി, ഞാനൊക്കെ കഴിക്കാറുത്ത് വെച്ചിട്ട് പോയതാ. ഇവിടെ കഴിച്ചില്ലേ? എനിക്കറിയില്ല, ഞാൻ നോക്കിട്ട് വരാം. ലക്ഷ്മി, നീ വെറുതെ ഞാൻ ഒച്ചുണ്ടാക്കാൻ നിൽക്കണ്ട. സൗമ്യമായിട്ട് ചോദിച്ചാൽ മതി. நான் பாத்துக்கிறேன். ஆமா, கதவை தர. அம்மா, இது கதவை தர சொன்னேன். என்னாச்சுமா? நீ பிரேக்ஃபாஸ்ட் കഴിച്ചില്ല? அம்மா, நான் தூங்கிட்டேன். கொள்ளலாம். எந்தக்கா நான் சொல்லிட்டு இல்லம்மா, எனக்கு இப்ப வேணாம். வேணாமா? ஏன்? எனக்கு பசிக்கல. பசிக்கலையா? என்னாச்சு? இது ரசம்ல? இல்லம்மா, எனக்கு எந்த பிரச்சனையும் இல்ல. എന്തിട്ട് ഇരിക്കൂ? ഒന്നും ഇല്ലമ്മ, கொஞ்சம் പോയേ പ്ലീസ്. എന്താ ഈ കുട്ടിക്ക്? ലക്ഷ്മി പറഞ്ഞു തരും മുമ്പേ അവൾ കഥ അടച്ചു. അവളുടെ പെരുമാറ്റ രീതികളൊക്കെ കണ്ടപ്പോ ലക്ഷ്മിക്ക് ആകെ ഭയമായി. അവൾ നേരെ വിശ്വ വിളിച്ചു. ഹലോ വിശ്വ. വിശ്വ, நான் சொல்றது கொஞ்சம் கேளு. என்னாச்சு? ருக்கு. എടാ മോനെ, അവള് രാവിലെ മുറിയിൽ ഇറങ്ങിയിട്ടില്ല. അതുമല്ല, രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചക്കൊന്നും കഴിക്കുന്നില്ല. അറിയില്ല. പേടിക്കണ്ടമ്മ, ഞാൻ വിളിച്ചോളാം. ശരി. ഹലോ. ഹലോ അണ്ണ. എന്നാച്ചു? എന്നാ? അമ്മ വിളിച്ചിരുന്നു, നീ ഫുഡൊന്നും കഴിക്കുന്നില്ലാന്ന് പറഞ്ഞു. എന്താ? இல்லண்ணா, எதுவும் இல்ல. ഞാൻ രാവിലോട്ട് തന്നെ ശ്രദ്ധിക്കുക. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം ചെയ്യും, എന്തായാലും നിലവല്ലേ, ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വാ. അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങ് പോരും, ഞാൻ ഇവിടെ ഉണ്ട്. இல்லண்ணா, நான் என் ஃப்ரெண்ட்ஸ் வர சொல்லிருக்கேன். சோ அவங்க கூட வெளியில போய்க்கிறேன். ഓ, പുറത്തു പോകുന്നത് കൊള്ളാം. ഫുഡ് കഴിക്കണം. நான் அவங்க கூட சாப்பிட்டுக்கிறேன். ശരി. ഹലോ കാശി. പറടാ. നീ എവിടാ? ഞാൻ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാടാ.
മുറി തന്നെ എന്നിട്ട് ബോറടിക്കുന്നു. എന്താ ചെയ്? ഏയ് ഒന്നുമില്ല, ഞാനിവിടെ വന്നപ്പോ നിന്നെ കണ്ടില്ല, അതാ വിളിച്ചേ. ആ ഞാൻ പോരാം, ഒന്നുകൂടെയൊക്കെ ചുറ്റിട്ട്. ആ ഓക്കെടാ. ஏய் அந்த அண்ணன் ரொம்ப அழகா இருக்கால, யாரு? இதோ அந்த டேபிள் கிட்ட. ஆமால இருக்கும். அந்த அண்ணா கொஞ்சம் பாரு. சும்மா இரு. വന്നപ്പോ മുതല് അവൾ എന്തോ വലിയ ആലോചനയിലാണ്. അവർ പറയുന്നത് പോലെ അവള് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. വന്നതിൽ എന്താ പാത്തിട്ട് இருக்க? என்ன சுருக்கு தலையை கும்பிட்டு அப்படியே இருக்க? என்னதான் பிரச்சனை? என்ன தாண்டி ஆச்சு? ருக்கு இது சரியில்லடி. நான் என்னமோ மிஸ் பண்ணிருக்கேன். ஆனா அது என்னன்னு மட்டும் எனக்கு புரியல. எதை பத்தி சொல்ற? தெரியாது. ருக்கு நீ ஓகேவா? ருக்கு நான் விஷயம் கூப்பிட்டுமா? இல்ல வேணாம். என்னதாண்டி ஆச்சு? எதுவும் நான் வீட்டுல கிளம்புறேன். ருக்கு சொல்லிட்டு போ. என் மைண்ட் ரொம்ப டிஸ்டர்பா இருக்கு. எனக்கு அண்ணாவை பார்க்கணும். ருக்கு நான் கிளம்புறேன், அப்புறமா பார்ப்போம். ஏய் நீ ஓகே யாரு சரியா? சரி. ஹலோ விஸ்வண்ணா. ஆ சொல்லுமா. அப்பா ஆ மூலத்தியோ நீங்க எங்க போறீங்க? അപ്പൊ ഒരു ക്ലൈന്റ് മീറ്റിംഗ് എടുക്കുമ്പോ അപ്പൊ അമ്മയാ പറഞ്ഞേ അവളും കൂടെ വരാന്ന്. അപ്പൊ മോളെ വിഷമിക്കണ്ട, വിഷു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു ദിവസം രണ്ടുപേരും കൂടെ നിക്ക്. അമ്മ എന്താ? പ്ലീസ് അപ്പ പോട്ടുമേ, നീങ്ക ഇല്ലല്ലോ. എന്റെ പൊന്നു വെച്ചേ, എന്റെ കെട്ടിയാനോടത്തോളം കാലം എനിക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റും. അതെങ്ങനെ നീ തന്നെ കൊണ്ടുപോകും? ഇല്ലല്ലോ. അമ്മ എന്തായാലും വിഷു ഇപ്പൊ തന്നെ വരും. നിങ്ങൾ രണ്ടുപേരും കുറച്ചു ദിവസം നിക്ക്, ഞങ്ങൾ പോയിട്ട് വേഗം ഒന്ന് വരാം. ആണോ ഇത് சொல்லுங்கப்பா, ஏன் சீக்கிரமா? മോളത് അവർ പോസ്റ്റ്പോൺ ചെയ്യാമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ പോയാകണമാ? പോയിട്ട് വേഗം വരാം. ശരി, അതിനിപ്പൊ തന്നെ പോകുന്നില്ല. രാവിലെ 5 മണിക്കാ ഫ്ലൈറ്റ്. അപ്പൊ നൈറ്റിക്കുള്ള ഫുഡ് എടുക്കും ഇല്ല? ഓ ഉണ്ടാക്കി വെച്ചാൽ നീ വേറെ കഴിക്കും. രാവിലത്തെ വെച്ചിട്ട് വെറുതെ എടുത്തു കളഞ്ഞു ഞാൻ. ഓ അഹങ്കാരം നോക്ക്. എന്റെ പൊന്നു ലക്ഷ്യം ചുമ്മാ ഇരി. ആ നീ എത്തിയോ? നീ വന്നിട്ട് ഡ്രസ് മാറിയില്ലേ? ഇല്ലടാ, ഒന്ന് വീട് പോകണം. എന്താ ഏ ഒന്നുമില്ല, അച്ഛനെ മീറ്റിങ്ങിന് വേണ്ടി പോവാ. അപ്പൊ അമ്മയും കൂടെ പോകുന്നുണ്ട്. പിന്നെ റുക്ക് അവിടെ ഒറ്റക്കല്ലേ, ഞാൻ അവളെയും കൂട്ടിയിട്ട് വരാം. ഇങ്ങോടോ? അല്ലടാ ഞാനിവിടെ. ഹേയ് അതൊക്കെ നമുക്ക് സെറ്റ് ആക്കടാ. സെറ്റ് ആവല്ലോ അല്ലേ? ആവണല്ലോ. എന്നാലും കാശി, നിന്റെ സമയം നല്ല ബെസ്റ്റ് സമയമാണ്. നീ ഇവിടെ വരാനും കറക്റ്റ് ടൈമിൽ അച്ഛനമ്മ പോകാനും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇനിയിപ്പോ എല്ലാം സെറ്റ് ആയിക്കോളും. അവളെ ചവിട്ടി പുറത്താക്കാതിരുന്നാ മതി. അത് കുഴപ്പമൊന്നുമില്ല, ചിലപ്പോ സംഭവിക്കാം. ഇല്ലടാ ചുമ്മാ വരും. അപ്പൊ ശരി, ഞാൻ കളിച്ചിട്ട് വരാം. ആടാ ശരി. നീ എത്തിയോ? ചേട്ടാ കൊച്ചു വന്നിട്ടുണ്ടേ. അല്ല നീ എങ്ങനെ ഇവിടെ നിൽക്കുന്നതോ? ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കോളാം. അതാകുമ്പോ ഞങ്ങൾക്ക് രണ്ടും ജോലിക്ക് പോകണമെന്നല്ലേ എളുപ്പം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇല്ല ഞാൻ വരില്ല. എന്നാച്ചു തുടങ്ങി പോല ഞാൻ ഇങ്ങനെ നിൽக்கிறேன். അണ്ണ പ്ലീസ്. നിനക്കിപ്പോ എന്താ വെച്ചേ? അത് ഞാൻ വിളിച്ച പറയാൻ പോകുന്നാണല്ലോ. ഇവിടത്തേക്ക് ഇഷ്ടം അവിടെ കയറാം. എന്നിട്ട് ഇപ്പൊ മാത്രം എന്താ? ഞാൻ പോകില്ല, അവളുതാ. അവിടെ ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ പോകുമ്പോ വാതിൽ കൂട്ടി ഇറങ്ങിക്കോ. ഞാൻ എന്തായാലും അവൾ ഇന്ന് തന്നെ അവിടെ കൊണ്ടുപോവാ. സ്പെയർ കേ ഒന്നും എന്റെ കയ്യിലുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്നോളാം. ശരി. എന്തുറ്റി? எதுவும் இல்ல. ஏய் சொல்லடி, என்னாச்சு? என்னடா எதுவும் தெரியாத மாதிரி நடிக்கிற? காஷியானது என்ற பிரச்சனை. ஆமா அவன்தான். உன்னால விட முடியுமா? இல்ல ருக்கு, என்ன நீ நான் சொல்றது கொஞ்சம் கேளு. அவன் അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അവൻ നിന്നെ വീട്ടിൽ പറഞ്ഞില്ലല്ലോ. നീ പോണ്ട. நான் இருக்குமா? எனக்கு வேற வேலை இல்ல. എടി നീ എല്ലാ ദിവസത്തെ പോലെ രാവിലെ ഓഫീസിൽ പോകും. എന്നാ നീ പോകുന്നതായിട്ടൊന്നും എനിക്കില്ല. പിന്നെ വൈകുന്നേരമല്ലേ? இப்ப என்ன உனக்கு? நான் கூட வரணும் அவ்வளவுதானே? சரி வரேன். நிஜமா? வரேன். ஆனா ஒன் கண்டிஷன். நான் கூட பேசவும் மாட்டேன், அவரை பார்க்கவும் மாட்டேன். அப்படி பார்த்தாலும் அவரை மனுஷனாவே மதிக்க மாட்டேன். ஓகே? ருக்கு, அது ஓகே இல்லையா சொல்லு, அதுக்கப்புறம் நான் வரேன். ஓகே
നിനക്ക് അതാ കംഫർട്ടേക്ക് നീ എങ്ങനെ തന്നെ ഇരുന്നു. ശരി പോലാമോ? അങ്ങനെ അച്ഛനോട് അമ്മനോടും ബൈ പറഞ്ഞ് അവർ വീട്ടിൽ നിന്നിറങ്ങി. വീടെത്തിയതും അവൾ അവിടെ എല്ലാം നോക്കി. നീ എന്തേ നോക്കുന്നേ? എതുമില്ല. കാശിയാണെങ്കിൽ അവൻ നേരത്തെ കിടന്നു. നാട്ടിൽ പാക്കല. ഓ இதெல்லாம் எதுக்கு பாக்கணும்? சரிம்மா பார்க்க வேணாம். രാവിലെ ഞാൻ ഉണ്ടാക്കണോ? வேணாம். அர்ஜுன் வேலை சொல்லிருக்கா, நான் அவன் கூட போய்க்கிறேன். ശരി. അവൻ റൂമിൽ കയറി കഥ വിളിച്ചു. വിശ്വരസന്മാര് ഫ്രഷ് ആയി അവന് റൂമിൽ കയറി ഉറങ്ങാൻ കിടന്നു. ഞാൻ ഉറക്കത്തിലായിരുന്നതുകൊണ്ട് കാശി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു 11 മണി കൂടി അവൻ ഉറക്കത്തിൽ എണീറ്റു. ഉറക്കത്തിൽ എണീറ്റപ്പോഴാണ് അവൻ ഓർക്കുന്നത് വിഷു ഉക്കോനെ വിളിക്കാൻ വീട്ടിൽ പോരുന്ന കാര്യം. സമയം 11:30 മണി. അവൻ എന്നെ കഥ തുറന്നു. ഇനിയാരും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് അവൻ തന്നെ ഫോണിന്റെ ടോർച്ച് ഓണാക്കി മുന്നോട്ട് നടന്നു. അവൻ വിഷയുടെ റൂമിന്റെ കഥയിലേക്ക് ചെവി വരെ അടുപ്പിച്ചു. അതിനകത്ത് കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിന്റെ ശബ്ദം അവന് നന്നായി തന്നെ കേൾക്കാമായിരുന്നു. അതുകൊണ്ട് അവരെത്തിയെന്ന് ഉറപ്പ് അവന് കിട്ടി. അവിടുന്ന് കാശി നേരെ പോയത് റുക്കുവിന്റെ റൂമിനടുത്തേക്കാണ്. അവൾ ആ റൂമിലുണ്ടോന്നറിയാൻ അവൻ ഫാനിന്റെ ശബ്ദം ആവശ്യമില്ലായിരുന്നു. വാദങ്ങൾ മുന്നിലെത്തിയവൻ നേരെ താഴേക്ക് നോക്കി. ചെറിയൊരു ടേബിൾ ലാമ്പിന്റെ വെട്ടം പുറത്തേക്ക് കാണാം. കാരണം അവ കെട്ട് പേടിയായതുകൊണ്ട് തന്നെ ടേബിൾ ലാമ്പ് ഇല്ലാതെ അവൾ അറിഞ്ഞില്ല. സോ വന്നു എന്ന ആശ്വാസത്തിൽ തിരിഞ്ഞടക്കാൻ നിന്നതും അവനൊന്ന് വീണ്ടും സ്റ്റോപ്പായി. അവൾ ഉറങ്ങുന്ന റൂമിന്റെ വാതിലിൽ അവനെ കൈകളൊന്ന് മെല്ലെ അമർത്തി. നമ്മളിനി എന്നും കാണും. യു കാൻറ്റ് എസ്കേപ്പ് ഫ്രം മീ. പിറ്റേന്ന് രാവിലെ അവൻ ഒരുപാട് വൈകിയാണ് എണീറ്റത്. എണീറ്റ് പാടി വേഗം ഫ്രഷായി അവൻ മുറയ്ക്ക് പുറത്തിറങ്ങി. പക്ഷെ അവൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. അവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. അവൻ അപ്പൊ തന്നെ വിഷയം ഒളിച്ചു. ഹലോ, എവിടാണ് നീയൊക്കെ? ഞാനോ? ഞാൻ വർക്ക് ചെയ്യല്ലേ. അല്ല, അപ്പൊ അവളോ? അവളെപ്പോഴേ പോയി. അവളെ കൊണ്ട് ആക്കിയിട്ടാ ഞാൻ പോകുന്നത്. അല്ല എന്റെ പൊന്നു മോനെ, നിന്നോട് 3 വട്ടെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടോ? നീ ഒന്ന് എഴുന്നേക്കണ്ടേ? എടാ അത് ഞാൻ മനസ്സിലായി പറയാന്ന്. അതാ പിന്നെ അവളെ കൂടി ഞാനിങ്ങ് പോന്നു. ആ പോട്ടെ, അവളെ നീ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ആ ദിവസം തന്നെ. അയ്യടാ, ഫസ്റ്റ് ഇംപ്രഷൻ നീ പണ്ടേ കൊളാക്കിയതാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ അത് നീ വെച്ചേ, എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. ഓ അവനെ എന്താ നൈറ്റ് ഞാനോട് ഒരുമിച്ചായിരിക്കും വരാം. ഓ നിന്നൊക്കെ ഇവിടെ കുറച്ച് സമയം എന്താടാ. നീയൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് അവളുടെ അടുത്ത് പറയാൻ പറ്റും. പിന്നെ ഞാൻ എന്നോട് പറയാൻ നിൽക്കോ അവിടെ. എടാ വിശ്വാസം മാഡം വിളിക്കുന്നുണ്ട്. ഓക്കെ എടാ ശരി ശരി, ഞാൻ നിൽക്കുവാ. ഈവനിങ് കാണാം. എടാ പിന്നെ പിന്നെ അന്നത്തെ ദിവസം രാത്രി അവർ ഒരുമിച്ചാണ് വീടെത്തിയത്. കാശി ഇതൊക്കെ അവനെ കൂപ്പിടുക. നീ വേറെ പാല്. നിശ്ചയത പറയുന്ന കേട്ടതും അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അവനോടുള്ള ദേഷ്യത്തി അവന്റെ പുറത്തിട്ടൊരു അടി കൊടുത്തുണ്ട് അവൾ വേഗം റൂമിലേക്ക് പോയി. പോകുന്ന വഴിയാണ് കാശി അവൾക്ക് നേരെ വരുന്നുണ്ടായിരുന്നത്. എങ്കപ്പ അത് നടക്കാ കണ്ടില്ല? ഞാൻ കണ്ടില്ല. എനിക്ക് പുരിഞ്ചത്. എന്തുവാ നോക്ക്? ഞാൻ ചെറുതായി വഴക്കുറ അതിന്റെ. ഓ അപ്പൊ ചുമ്മാതല്ല. അതൊരു നീ കഴിച്ചായിരുന്നു? ഇല്ല, നീ വന്നിട്ടല്ലേ കഴിക്കാറ്. എന്നോ ഫുഡ് കഴിക്കാം. വാങ്ങിച്ചോ നീ? ഓക്കെ. അല്ല അപ്പൊ നിന്റെ പെങ്ങള്? അവള് വന്നു. തുടങ്ങിയല്ലോ. എന്താ വിശക്കുന്നുണ്ടാവും. വേറെന്ത്? എന്താ കൊച്ചേ? പസിക്കണേ ഓളങ്ങനെ കഴിക്കും. ഒന്നും മിണ്ടുന്നില്ലല്ലോ. തിരിച്ചു പറയാൻ മറുപടിയില്ല. അതാ இது பாரு, எனக்கு பசிக்குது. அதில் மட்டும் தான் நான் இங்க வந்திருக்கேன். இதெல்லாம் நான் யாரும் மூஞ்சில முடிக்க மாட்டேன். റുക്കു ഓ ഇന്നും എടുത്തോ. അവളൊരു നോട്ടം പോലും അവനെ നോക്കാതെ അത് മുഴുവൻ കഴിച്ചു തീർത്തു. എന്നാൽ കാശിയാണെങ്കിൽ കഴിച്ച് കഴിയുന്നവരെ അവളുടെ മൂത്ത് തന്നെയായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഒച്ചപ്പാടൊക്കെ ആയി ഒരു 2-3 ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ കാശി എണീറ്റ് വന്ന് മാറി വിഷു അന്വേഷിച്ച് അവന്റെ റൂമിലേക്ക് പോയി. അന്ന് ദിവസം അവനോട് ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ പോയത് റുക്കുവിന്റെ അടുത്തേക്കാണ്. കോഴിക്ക് പോയിരിക്കാം. കുറച്ചു കാലത്തിന് ശേഷം അവൻ അമ്പലത്തിൽ തിരിച്ചു വന്നു. വന്നിട്ടില്ല. ഞാൻ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. ടേബിൾ വെച്ചേക്കാം. കഴിച്ചേക്കാം. ഓക്കെ. കാശി എപ്പോ பார்த்தாலும் കാശി കാശി അവയാണ് പൊണ്ടാട്ടി. നീ വന്നോ? നീ രാവിലെ പോയി? ഞാൻ ക്ഷേത്രത്തിൽ പോയതാ. പ്രസാദം കൊണ്ടുവച്ചിട്ടുണ്ട്.
കുളിച്ചിട്ടൊന്ന് കഴിക്കാൻ നോക്കാം. ആ ശരിയാ. റുക്കോ, ആ അണ്ണാ. എടി എനിക്കിന്ന് പോയിട്ട് ചെറിയൊരു കാര്യമുണ്ട്. നീ ഓഫീസിലേക്ക്. ആ അത് പരവായില്ല, ഞാൻ പോയിക്കാം. ഷോ. ആ അണ്ണാ. അപ്പൊ ശരി, പോട്ടെ. ഓക്കെ. പിന്നെ ഒരു കാര്യം, വെറുതെ അവനോട് തല്ലുപിടിക്കാൻ നിൽക്കരുത്. ആ അതെല്ലാം சொல்ல முடியாது. എന്താണ് എനിക്ക് റുക്കു, നീ ഒന്ന് വാങ്ങിക്കുവേ. ഓക്കെ. വിശ്വ அண்ணா இங்க இல்ல, கிளம்பிட்டா. നേരത്തെ പോയോ? ஆமா, அவனுக்கு ஏதோ வேலை இருக்கா. സോ ഓക്കെ. ആ നേരം അവൾ ടേബിളിൽ നിന്ന് പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവളോട് ചോദിച്ചാൽ അവൾ വഴക്കുണ്ടാക്കുമെന്ന് അറിയാവുന്ന കൊണ്ടിട്ട് അവൻ അവിടെ നടന്ന് നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു. ഇത് പ്രസാദം நீங்களும் எடுத்துக்கோங்க. ஏன் என்கிட்ட கேக்குறீங்க? തനിക്കെടുക്കുന്ന ഓട്ടത്തിൽ എനിക്ക് കൊടുത്താൽ മതി. அதெல்லாம் முடியாது, உங்களுக்கு வேணும்னா நீங்களும் எடுத்துக்கோங்க. ஏன் என்கிட்ட கேக்குறீங்க? நான் என்ன உங்க வைஃபா? நான் அப்படியே சொல்லலாம். தலங்க, எனக்கு இது கோவம் வருது. അവള് പോയതിന് പിന്നാലെ അവൾ കഴിച്ചതിന്റെ ബാക്കി അവനും കഴിച്ചു. അതിന് തൊട്ടടുത്തായി ഒരു ചെറിയ കുങ്കുമപ്പൊതി ഉണ്ടായിരുന്നു. അവൻ അതിന് കുറച്ചെടുത്ത് നെറ്റിക്കെ തൊട്ടു. അതിനുശേഷം അവൻ നേരെ റൂമിലേക്ക് പോയി. എക്സ്ക്യൂസ് മീ, நான் ஆபீஸ் கிளம்புறேன், நீங்க அந்த மெயில் டோர் சாத்திக்கோங்க. ഓക്കെ. ഏയ് ഒന്നുമേ. ഈ താലി ഇതിലാരാ കുങ്കുമം വെച്ച? അത് അവന്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിനാ தெரியாம தெரியாമല്ലോ പഴക വെച്ചിരിക്കാൻ അറിയാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ താലിമാലയില് ചന്ദ്രൻ കുങ്കുമം വെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ താലിയിലെ ചന്ദ്രൻ കുങ്കുമം വെക്കില്ലേ, അതെന്തിനാന്ന് അറിയാമോന്ന്? അമ്മ വെച്ച് പാത്തിരിക്കேன். അതാ ഞാൻ എന്റെ അമ്മ അമ്പലത്തിൽ പോകുമ്പോഴേ എപ്പോ തിരിച്ചു വന്നാലും താലിയിൽ ചന്ദ്രൻ ഉണ്ടാവും. ഒരു വട്ടം ഞാൻ അമ്മയോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ വെക്കുന്നത്. അന്ന് അമ്മയാ പറഞ്ഞേ അച്ഛന്റെ ദീർഘായുസിന് വേണ്ടിയാണ്, അതായത് ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടി. ഇതങ്ങനെ എന്തെങ്കിലും. എനിക്ക് ഈ ജന്മം കുറച്ച് ആയുസ് കൂടുതലാ. ഇനി എങ്ങാനും തട്ടിപ്പോയാലെന്ന് വിളിച്ചിട്ടാണ് കുങ്കുമം വെച്ചേ. நான் அப்படி எதுவும் இல்ல, நான் சும்மா வச்சேன். சரி நான் கிளம்புறேன், பை. ഏയ് നിക്ക്, என்ன എനിക്ക് എനിക്ക് തന്റെ അടുത്തൊന്ന് സംസാരിക്കണം. என்ன சொல்ல போற? താനും സമാധാനം കേക്കടൂ. நான் இதுக்கு ஒண்ணு கேட்கணும். റുക്കു പ്ലീസ്. எனக்கு ஆபீஸ் கிளம்பணும், லேட் ஆகுங்க. ഞാൻ കൊണ്ടുവിടാം. அதெல்லாம் வேணாம், நான் போய்க்கிறேன். എന്നാ കുറച്ചു നേരം ഒന്ന് കേക്ക്. என்ன உங்களுக்கு? நெஞ்சுக்குள் எங்கேயோ கேட்கின்ற ராகத்தில் ரகசிய ஆலாபனை